തിരുവമ്പാടി വലിയ ചന്ദ്രശേഖരൻ്റെ ഓർമ്മ ദിനമാണ് ഇന്ന്. മെയ് 15 എല്ലാ വർഷവും അത് ആചരിക്കാറുണ്ട്. ഇത്തവണ 9 ഗജകേസരികളാണ് അണിനിരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ആയിട്ടുള്ള ഗിരീഷ് കുമാർ സാർ നമ്മളോടൊപ്പം ഉണ്ട്. ഇന്ന് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട, അല്ലെങ്കിൽ എന്താ പറയുക, പ്രിയപ്പെട്ട ആയിരുന്ന, ഇപ്പോഴും മനസ്സുകൊണ്ട് ചന്ദ്രശേഖരനെ സ്നേഹിക്കുന്നവരാണല്ലേ കൂടുതലുള്ളത്. ഇന്ന് ആ ഒരു ഓർമ്മ ദിവസമാണ്. അപ്പോൾ ഇന്ന് ഇവിടെ വലിയൊരു ചടങ്ങ് നടക്കുകയാണ്. വർഷങ്ങളായിട്ട് ഈ ഒരു ദിവസം ചന്ദ്രശേഖരനെ ഓർക്കാൻ എല്ലാ ഗജകേസരികളും ഒരുമിച്ച് ഇവിടെ ഒത്തുകൂടുന്ന ഒരു ദിവസമൊക്കെയാണ്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത്? അതായത് ചന്ദ്രശേഖരന്റെ ഓർമ്മ ദിനമായിട്ട് ഇന്ന്, അതായത് മെയ് 15 ഓർമ്മ ദിനമായിട്ട് നമ്മൾ എല്ലാ വർഷവും 22 വർഷമായി ഓർമ്മ ദിനമായിട്ട് നമ്മൾ ആചരിക്കുകയാണ്. 2002 മെയ് 15 ചന്ദ്രശേഖരൻ ചെരിഞ്ഞത്. അത് കൂട്ടാനയുടെ കുത്തേറ്റിട്ടാണ്. പിന്നെ അതിൻ്റെ ഭാഗമായി ചികിത്സയും ഭാഗമായിട്ട് അങ്ങനെയാണ് ചന്ദ്രശേഖരൻ ചെരിയുന്നത്. എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ 28 വർഷം തുടർച്ചയായി തിരുവമ്പാടി ഭാഗത്തിൻ്റെ തൃശ്ശൂർ പൂരത്തിന് തിടമ്പേറ്റിയിട്ടുള്ള ഒരു ഏറ്റവും പ്രായം ചെന്നാൽ, അല്ലെങ്കിൽ എന്താ പറയുക, വേറെ മറ്റൊരു ആനയ്ക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ് ഈ ചന്ദ്രശേഖരന് കിട്ടിയിരിക്കുന്നത്. 28 വർഷം ഈ ഒരു മുടക്കം കൂടാതെ ഭഗവാന്റെ തിടമ്പേറ്റിയിട്ടുള്ള ഒരാനയാണ്. ആ ഓർമ്മ തന്നെയാണ് എല്ലാവരും ഇപ്പോഴും. ഈ 22 വർഷം, ഇന്ന് 2002 ആന ചെരിഞ്ഞു. അതിനുശേഷം 22 വർഷമായി. ആ 22 വർഷമായിട്ട് ഞങ്ങളത് ആചരിച്ചു വരുന്നുണ്ട്. തിരുവമ്പാടി ദേവസ്വം എല്ലാ ആനകളെയും വിളിച്ച് ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു ഘോഷയാത്രയും വെച്ച് അതിനോടനുബന്ധിച്ച് ആനകൾക്കൊരു ഊട്ടും, അതിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു ആനക്കാരനെ ആദരിക്കുന്ന ഒരു ചടങ്ങുമായിട്ട് നമ്മുടെ ലക്ഷ്മി ആനയുടെ രാമൻകുട്ടി ചേട്ടനെയാണ് നമ്മൾ ആദരിക്കുന്നത്. അതൊരു ചെറിയൊരു ചടങ്ങായിട്ട് അവർക്കൊരു ആനപ്പാപ്പാമാർക്ക് സീനിയർ ആയിട്ടുള്ള ആനക്കാര്, ദേവസ്വത്തിന്റെ സീനിയർ ആയിട്ടുള്ള
ആനക്കാരെ ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണ്. അതെ അതെ. അപ്പൊ ഇന്നിപ്പം 9 ആനകളാണ് ഈ ഒരു അല്ലെ? അല്ലെ, 10 ആനകൾ പറഞ്ഞിട്ടുണ്ട്, അത് 9 ആന എത്തിയിട്ടുള്ളൂ. അപ്പൊ നമ്മള് റൗണ്ട് ചുറ്റും അതായത് ചന്ദ്രശേഖരന്റെ ഫോട്ടോ വെച്ചിട്ടുള്ള ആ ഒരു അതിലും പ്രത്യേകതയുണ്ട്. അത് ചെറിയ ചന്ദ്രശേഖരൻ, വലിയ ചന്ദ്രശേഖരന്റെ ആ ഫോട്ടോ വെച്ച് നഗരി ചുറ്റി കൗസുഭം ഓഡിറ്റോറിയത്തിൽ വന്ന് അവിടെ വെച്ച് ആനയൂട്ട്. അപ്പം അതൊക്കെയാണ് പ്രധാനപ്പെട്ട ചടങ്ങുകള്. ആന വന്നു കഴിഞ്ഞാൽ ആള് കൂടും എന്നുള്ളത് പ്രത്യേകിച്ച് തൃശ്ശൂർ അല്ലെ, പലർക്കും ഇത് എന്താ ചടങ്ങ് എന്ന് പോലും അറിയില്ല. പക്ഷെ ഇന്നിവിടെ എന്താ നടക്കണേ എല്ലാരും കൂടെ കേറുവാണ്. അപ്പൊ എന്തായാലും ചടങ്ങ് അങ്ങനെ ഒരു കൊട്ടിഘോഷിച്ചുള്ള ചടങ്ങല്ല, തിരുവമ്പാടി ദേവസ്വത്തിന്റെ ഒരു എല്ലാ വർഷവും നടക്കുന്ന ഒരു ചടങ്ങ്. എന്തായാലും അത് ഓരോ വർഷം ചെല്ലുന്തോറും ഇതിപ്പോ ആളുകളിലേക്ക് കൂടുതൽ അറിഞ്ഞു വരുന്നുണ്ട് അല്ലെ, അങ്ങനെയും വരുന്നുണ്ട്. അപ്പം എന്തായാലും ആ ചടങ്ങ് തുടങ്ങാനുള്ള സമയമായി. എന്തായാലും ഒരുപാട് സന്തോഷം.
നമ്മുടെ ചന്ദ്രശേഖരന്റെ ഓർമ്മ ദിനമാണ്. 22 വർഷം മുന്നേ നമ്മളിൽ നിന്നും വിട്ടുപിരിഞ്ഞ ഗജകേസരി തിരുവമ്പാടി ചന്ദ്രശേഖരന്റെ ഓർമ്മ ദിനത്തിന്റെ പേരിനെ ക്ഷണിക്കുകയാണ്. അതാത് ആനകളുടെ മുന്നിലേക്ക് ഭക്ഷണം എത്തിക്കണം. വളരെ ശ്രദ്ധിച്ചു വേണം, തിക്കും തിരക്ക് കൂട്ടരുത്. വളരെ ആദ്യം ചോറ് കൊടുത്തതിന് ശേഷമേ മറ്റു പഴവർഗ്ഗങ്ങൾ കൊടുക്കാൻ പാടുള്ളൂ. ആദ്യം ചോറ് കൊടുക്കണം.